ചമ്രോട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയിലെ അഴിമതിയെയും ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച സമരാരവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഉദ്യോഗസ്ഥരെ നിയമിച്ച് കൂടുതൽ പേർക്ക് അഴിമതിയുടെ പങ്കുപറ്റാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. ആവശ്യത്തിലധികമുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുകയും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണം. ഗതാഗത, കാർഷിക, ജലസേചന സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതിയിൽ ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ, അബ്ദുൽ ലത്തീഫ് മാർജരി, വഹാബ് വെട്ടം, കൃഷ്ണൻ കുനിയിൽ, ഇബ്രാഹിംകുട്ടി മംഗലം, നൌഷാദ് ചുള്ളിയൻ, റജീന ഇരുമ്പിളിയം തുടങ്ങിയവർ സംസാരിച്ചു. ഇതനുസരിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് ലിങ്ക് ചെയ്യുന്നത്? ഈ കരാറുകാരുടെ കോടിക്കണക്കിന് രൂപ അവർ നടത്തുന്ന ഖജനാവ് ചോർത്തിക്കൊണ്ടുപോകുന്ന ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതും അവർക്ക് പിന്തുണ കൊടുക്കുന്നതും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അതിനനുസൃതമായി നിയമം നിർമ്മിക്കുന്നതും ആ നിയമത്തെ മറയാക്കിക്കൊണ്ട് അഴിമതിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവരുടെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൽ ഈ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF മുന്നണിയിലെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് എന്ന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.